ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബാക്ക് ലൈറ്റ് പോയ ടി വി ഒരു 3-4 തവണ റിപ്പയർ ചെയ്തതാണ് ഒരു കസ്റ്റമർ. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒരു സ്റ്റെബിലൈസർ നന്നാക്കാനായിട്ട് വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതുപോലെ ടി വി 2-3 തവണ നന്നാക്കിയതാണ്, വീണ്ടും വീണ്ടും അതുപോലെ സെയിം കംപ്ലയിൻറ്റ് കാണിക്കുകയാണ്, അതിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് കൊണ്ടുപോകാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്നിപ്പോൾ ആ ടി വി ഇവിടെ കൊണ്ടുവന്നു. ഇമ്പാക്സിൻ്റെ ടി വിയാണ്, 32 ഇഞ്ചിൻ്റെ ആണ് ടി വി. ഇതാണ് ടി വിയുടെ മോഡൽ നമ്പർ, ഗ്ലോറിയ 32, അതാണ് മോഡൽ നമ്പർ. പക്ഷേ ഈ ടി വിയിൽ അവർ ഡ്രൈവ് ഓൾറെഡി ചീത്തയാണ്. ഇതിനകത്ത് LED ഡ്രൈവിൻ്റെ ഒരു അവസ്ഥ ഒരു മോശമാണ്. കൂടാതെ ഇതിൽ അവർ ഇട്ടിട്ടുള്ള LED വേറെ ആയിരുന്നു. ഇതിന് ഇടുന്ന ഒരു LED അല്ലായിരുന്നു, അവർക്ക് എന്തോ ഫോൾട്ട് പറ്റിയാൻ തോന്നുന്നു. ഇത് 7 LED ആണ്, ഇതല്ല ശരിക്കും ഈ മോഡലിൽ വരാറുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയ ഡ്രൈവും നല്ല LED-യും ഞാനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ അതെല്ലാം മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. പാനൽ പിടിപ്പിച്ചു. യെസ്, നമ്മുടെ ടി വി ഏകദേശം സെറ്റായി. നമുക്കിത് സ്റ്റാൻഡ് ബൈ ഒന്ന് ഓണാക്കി നോക്കാം. സക്സസ് ആണ്. ഇത് ചില ആർക്കെങ്കിലും ഇതുപോലെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടി വിക്ക് യഥാർത്ഥത്തിൽ വേണ്ട LED ആയിരുന്നില്ല ഈ ടി വിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ തന്നെ വീണ്ടും വീണ്ടും അത് തന്നെ ഉപയോഗിച്ചു. അതാണ് ഈ ടി വിക്ക് പറ്റിയ ഒരു പ്രശ്നം. ആ ടി വിക്ക് ചെയ്ത ഒരു പ്രശ്നം അതായിരുന്നു. ചിലപ്പോൾ വല്ല എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, എവിടെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ LED ടി വി റിപ്പയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊഫഷണലായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കേണ്ടതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ആളുടെ അടുത്ത് കൊണ്ട് കൊടുത്ത് അത് ചിലപ്പോൾ അവർ വേറെ വല്ല ആൾക്കാരൊക്കെ അടുത്ത് കെട്ടി കൊടുക്കുന്നത്, അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യം ഉണ്ടാവില്ല. തൂങ്ങുന്നത് ആ ചെയ്യുന്ന ആളായിരിക്കും. എന്തായാലും നമ്മുടെ കയ്യിൽ അത് കിട്ടി, നമ്മളത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഡ്രൈവ് കംപ്ലയിൻ്റ് ആയിരുന്നു. ഡ്രൈവ് കംപ്ലയിൻ്റ് എന്തുകൊണ്ട് നോക്കിയപ്പോഴാണ് LED വ്യത്യാസം ഉണ്ടായിരുന്നത്. LED കിടന്നിരുന്നത് ഇതെന്ത് പഴയ മോഡലാണ്. ഇത് കണ്ടോ, എന്തോ ചീത്ത സാധനമാണത്. ഇത് വ്യത്യാസമുണ്ട്, LED-ക്കൊക്കെ വ്യത്യാസമുണ്ട്. പല LED-യും വ്യത്യാസമുണ്ട്. ബാറ്ററി ഇത് ചാർജും വോൾട്ടേജ് എല്ലാം വ്യത്യാസമുള്ള LED ആണിത്. അപ്പോൾ അങ്ങനെയുള്ള LED-കൾ ഉപയോഗിക്കാതെ നല്ല കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഏതാണോ ഉപയോഗിക്കേണ്ടത് അത് തന്നെ ഉപയോഗിച്ച്, ഡ്രൈവിന് പ്രശ്നമുണ്ടെങ്കിൽ ഡ്രൈവ് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ വൃത്തിയായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ അത് പുതിയ ഡ്രൈവാണ് കയറ്റിയത്. കാര്യം ഇനി അതിലേക്ക് അധികം ചെയ്യാതെ പുതിയ ഡ്രൈവ് ആകുമ്പോൾ ഫ്രഷായിട്ട് പുതിയ LED-യും നല്ല ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇതുപോലുള്ള കുറേ ടിപ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ദിസ് ഇസ് വിജേഷ് തൃപ്പൂണിത്തുറ, സൈനിങ് ഓഫ്. താങ്ക് യു.